نور على نور. السابع السحر، ومنه الصرف والعطف، فمن فعله أو رضي به كفر. والدليل قوله تعالى: وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر. ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന ഏഴാമത്തെ കാര്യമായിട്ട് ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി എണ്ണിയത് അസ്സെഹർ, സിഹ്റാണ്, മാരണം. സിഹ്ർ അത് കുഫ്റാണ്. സിഹ്ർ ചെയ്യാന്നുള്ളത് കുഫ്റാണ്. സിഹ്ർ എന്ന് പറഞ്ഞാൽ അത് ചില കെട്ടുകളും മന്ത്രങ്ങളുമാണ്. ആ കെട്ടുകളും മന്ത്രങ്ങളും ഉപയോഗിച്ച് ശൈത്താനെ പ്രീതിപ്പെടുത്തലാണ് സിഹ്ർ. പണ്ഡിതന്മാര് സിഹ്റിന് നൽകിയ വിശദീകരണം അത് ഉഖദുൻ വറുഖ, ചില കെട്ടുകളും മന്ത്രങ്ങളുമാണ്. യുതവസ്സലു ബിഹാ ഇല ഇസ്തിഖ്ദാമി ശയാത്തീൻ ലിതദുർറൽ ഇൻസാൻ, മനുഷ്യനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ശൈത്താന്റെ സഹായം കിട്ടാൻ വേണ്ടിയിട്ട് സാഹിർ ഉപയോഗിക്കുന്ന ചില മന്ത്രങ്ങളും കെട്ടുകളുമാണ് സിഹ്ർ. സിഹ്ർ കുഫറാണ്. സിഹ്ർ ചെയ്തവൻ കാഫിറാണ്. സിഹ്ർ ചെയ്യുന്ന സാഹിർ കാഫിറാണ്. അതിനെ തൃപ്തിപ്പെട്ടവൻ ചെയ്യിപ്പിച്ചവനും കാഫിറാണ്. സിഹ്ർ ചെയ്യാനും പാടില്ല, ചെയ്യിപ്പിക്കാനും പാടില്ല. സിഹ്റിന് തൃപ്തിപ്പെടാൻ പാടില്ല, അത് കുഫറാണ്. സിഹ്റിൽപ്പെട്ടതാണ് അൽ അത്ഫു വസ്സർഫ്. അത്ഫും സർഫും. അത്ഫു എന്ന് പറഞ്ഞാൽ രണ്ടുപേരെ ഇണക്കുക, തെറ്റിപ്പോയവരെ ഇണക്കിപ്പിക്കുക, ഭാര്യയും ഭർത്താവും നല്ല സ്നേഹം ഉണ്ടാക്കിപ്പിക്കുക, അല്ലെങ്കിൽ രണ്ടുപേരെ പരസ്പരം സ്നേഹം ഉണ്ടാക്കിപ്പിക്കുക, അത്ഫ്. സർഫ് എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹമുള്ള രണ്ടുപേരെ തെറ്റിക്കുക, സർഫ്. പിണക്കിപ്പിക്കുക, തെറ്റിപ്പിക്കുക. ഇത് രണ്ടും സർവ്വവ്യാപകമായി സിഹ്റിൽ നടക്കുന്ന ഒന്നിതായത് കൊണ്ടാണ് ഇമാം ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി ഇത് എണ്ണിയത്. പ്രത്യേകിച്ച് അറബ് നാടുകളിലൊക്കെ ഭാര്യയും ഭർത്താക്കന്മാരെ ഇണക്കിപ്പിക്കുക, തെറ്റിപ്പിക്കുക പോലുള്ളതിന് വേണ്ടിയിട്ട് സിഹ്ർ ചെയ്യുന്ന അവസ്ഥ വിശേഷം ഉണ്ടായത് കൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് അൽ അത്ഫു വസ്സർഫ്. ഇത് പഴയകാലം മുതലേ ഉള്ള സിഹ്റിൽപ്പെട്ടതാണ്. സിഹ്ർ കുഫ്റാണ്. എന്താണ് തെളിവ്? രണ്ട് മലക്കുകൾ വന്നിട്ട് സുലൈമാൻ നബി അലൈഹി സ്വലത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആ രണ്ട് മലക്കുകൾ വന്നിട്ട് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അവര് സിഹ്ർ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു വമാ യുഅല്ലിമാനി മിൻ അഹദിൻ ഹത്താ യഖൂലാ ഇന്നമാ നഹ്നു ഫിത്നതുൻ ഫലാ തക്ഫുർ. അവർ രണ്ടുപേരും സിഹ്ർ പഠിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു നമ്മളൊരു ഫിത്നയാണ്, പരീക്ഷണമാണ്, നിങ്ങൾ ഇത് പഠിച്ചിട്ട് കാഫിറാവരുത്, കാഫിറാകരുത്. അപ്പൊ സിഹ്ർ പഠിക്കൽ കുഫറാണ്. സിഹ്ർ വൻപാപത്തിൽപ്പെട്ടതാണ്. വൻപാപങ്ങളുടെ കൂട്ടത്തിൽ 7 വൻപാപങ്ങളിൽ ഒന്നാണ് സിഹ്ർ. സിഹ്ർ ചെയ്യലും ചെയ്യിപ്പിക്കലും തൃപ്തിപ്പെടലും എല്ലാം കുഫ്റാണ്, ചെയ്യാൻ പാടില്ല. സിഹ്റിന്റെ പ്രവർത്തനം ശൈത്താന്മാരുമായി ബന്ധപ്പെട്ടതാണ്. ശൈത്താനെ പ്രീതിപ്പെടുത്തി ശൈത്താന്റെ സഹായത്തിലൂടെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന പ്രവർത്തനമാണ് സിഹ്ർ. സിഹ്റിലൂടെ മറ്റുള്ളവരെ ഉപദ്രവിപ്പിക്കാൻ പറ്റും. എന്നാൽ മറ്റുള്ളവരെ ഉപദ്രവിപ്പിക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ മറ്റെല്ലാ പ്രവർത്തനങ്ങളുടെയും ഇടപെടൽ അള്ളാഹുവിന്റെ ഭാഗത്തായതുപോലെ തന്നെ സിഹ്റിലൂടെയുള്ള ഉപദ്രവിപ്പിക്കലും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നത് വമാഹും ബിളാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ സിഹ്ർ കൊണ്ട് ഒരാളെയും ഉപദ്രവിപ്പിക്കാൻ പറ്റുകയില്ല. ആ ഉപദ്രവം ആർ കേൾക്കണമെന്നാണോ അള്ളാഹു തീരുമാനിക്കുന്നത് അവർക്കേ ഏൽപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഈ സിഹ്ർ കൊണ്ട് ഒരാൾക്കും തന്നെ അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ വേറൊരാളെ ഉപദ്രവിപ്പിക്കാൻ പറ്റുകയില്ല. അല്ലാഹു പറയുന്നു വമാഹും ബിളാരിന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാഹ്. സിഹ്ർ ശൈത്താന്മാരാണ് ബനൂ ഇസ്രായേലിൽ പഠിപ്പിച്ചത്. ശൈത്താന്മാർ വിശദമായി സിഹ്ർ ബനൂ ഇസ്രായേലിനെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. സിഹ്ർ എന്താണ്, എങ്ങനെയാണ് സിഹ്ർ ചെയ്യേണ്ടത് എന്നൊക്കെ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് വമാ കഫറ സുലൈമാനു, സുലൈമാൻ കാഫിറായിട്ടില്ല. സുലൈമാൻ സിഹ്ർ പഠിച്ചിട്ടില്ല. വലാകിന്ന ശയാതീന കഫറു, മറിച്ച് ശൈത്താന്മാരാണ് കാഫിറായത്. യുഅല്ലിമൂന അന്നാസ സിഹ്റ, ശൈത്താന്മാരാണ് ജനങ്ങൾക്ക് സിഹ്ർ പഠിപ്പിച്ചു കൊടുത്തത് എന്ന്. അപ്പൊ ശൈത്താന്മാരാണ് ജനങ്ങൾക്ക് സിഹ്ർ പഠിപ്പിച്ചു കൊടുത്തത്. അല്ലാഹു പറയാണ് യുഅല്ലിമൂന അന്നാസ അസ്സിഹ്റ, ജനങ്ങൾക്ക് സിഹ്ർ പഠിപ്പിച്ചു കൊടുത്തത് ഷൈത്താനാണ്. അങ്ങനെ ഷൈത്താന്മാർ കാഫിറായി എന്ന്. സുലൈമാൻ നബി കാഫിറായിട്ടില്ല. അപ്പൊ ഷൈത്താന്മാരിലൂടെയാണ് സിഹ്ർ പ്രവർത്തനങ്ങൾ ആര് പഠിച്ചെടുത്തത്? ജനങ്ങൾ പഠിച്ചെടുത്തത്. ആര് പറയുന്നത്? അള്ളാഹു പറയാണ്.
പിശാചുക്കളിലൂടെ യുവല്ലിമൂന നാസ സിഹ്റ, ഈ പിശാചുക്കൾ ജനങ്ങൾക്ക് സിഹിറിനെ പഠിപ്പിച്ചു കൊടുത്തു. ആരല്ല? സുലൈമാൻ നബി അല്ല. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വമാ കഫറ സുലൈമാനു, സുലൈമാൻ കാഫിറായിട്ടില്ല, വലാകിന്ന ശയാതീന കഫറു യുഅല്ലിമൂന നാസ സിഹർ. ഒരു 5 മിനിറ്റ് ഇത് പൂർത്തിയായിക്കൂടെ അല്ലേ? സിഹറുമായി ബന്ധപ്പെട്ടുള്ള 1-2 മസലകൾ പറഞ്ഞിട്ട് ഇൻഷാ നമുക്ക് നിർത്താം. രണ്ടാമത്തേത്, സിഹിറുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്, സിഹിറിന്റെ വിഷയത്തിൽ പഴയകാലം മുതലേ തർക്കമുണ്ട് അഹ്ലുസുന്നക്കിടയിലും വിദയികൾക്കിടയിലും. ലോകത്ത് സിഹിറിനെ നിഷേധിച്ച ഏക ടീം മുഅ്തസിലുകളാണ്. മുഅ്തസിലുകൾ സിഹിറിനെ നിഷേധിച്ചിട്ടില്ല, സിഹിറിന് ഹഖീഖത്തില്ല എന്ന് പറഞ്ഞവരാണ് അവർ. പണ്ഡിതന്മാർക്കിടയിലെ ചർച്ച സിഹിറിന് ഹഖീഖത്തുണ്ടോ അതല്ല അത് ഖയാലാണോ. ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ സിഹിറിലൂടെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമോ, അതല്ല തോന്നിപ്പിക്കൽ മാത്രമാണോ. അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞു സിഹിറിലൂടെ ഒരു കാര്യം ഉണ്ടാക്കാനും പറ്റും തോന്നിപ്പിക്കാനും പറ്റും, ഹഖീഖത്തും ഉണ്ട് ഖയാലും ഉണ്ട്. മുഅ്തസിലികൾ പറഞ്ഞു സിഹിറിലൂടെ തോന്നിപ്പിക്കാൻ മാത്രമേ പറ്റുള്ളൂ, ഹഖീഖത്തില്ല. ഹഖീഖത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഉണ്ടാക്കാൻ സിഹിറിലൂടെ പറ്റുകയില്ല. സിഹിറിനെ ഹഖീഖത്തിനെ നിഷേധിച്ചവരാണ് മുഅ്തസിലികൾ. ലോകത്ത് സിഹിറിന്റെ ഹഖീഖത്തെ നിഷേധിച്ച ആദ്യത്തെ ഏക ടീം മുഅ്തസിലികൾ മാത്രമാണ്. ഹഖീഖത്ത് ഉണ്ട് എന്നുള്ളത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. വയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. അവ രണ്ടുപേരിൽ നിന്നും ജനങ്ങൾ പഠിച്ചെടുത്തു, ഹാറൂത്ത് മാറൂത്തിൽ നിന്നും ജനങ്ങൾ പഠിച്ചെടുത്തു എന്ത്? മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, ഒരു വ്യക്തിയെയും അവന്റെ ഭാര്യക്കും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ സിഹിറിലൂടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ പറ്റുമെന്ന് ആര് പറയാ? ഖുർആൻ അല്ലാഹു പറയാണ് വയതഅല്ലമൂന മിൻഹുമാ മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. അതാണ് ഇബ്നു അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി പറഞ്ഞത് വമിൻഹു അൽ അത്ഫു വസ്സർഫ്, അതിൽപ്പെട്ടതാണ് അത്ഫും സർഫു എന്ന്. അപ്പോൾ സിഹിറിന് ഹഖീഖത്തുണ്ട്. അതുപോലെ യുഅല്ലിമൂന നാസ സിഹ്റ, ജനങ്ങളെ സിഹിർ പഠിപ്പിച്ചു. അപ്പോൾ ഉള്ളൊരു കാര്യത്തെ എന്തേ പറ്റുള്ളൂ? പഠിപ്പിക്കാൻ പറ്റുള്ളൂ. അത് വയതഅല്ലമൂന മിൻഹുമാ മാ യദുർറുഹും വലാ യൻഫഉഹും, അവർക്ക് ഉപകാരമില്ലാത്ത ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമാണ് അവർ പഠിച്ചെടുത്തത്. അപ്പൊ സിഹിറിലൂടെ ഉപദ്രവമുള്ളൂ, ഉപകാരമില്ല. ഒരു നേട്ടവും സിഹിറിലൂടെ നമുക്ക് നേടാനില്ല. അത് തന്നെ വമിൻ ശർരിൻ നഫാസാതി ഫിൽ ഉഖദ്, കെട്ടിലൂതുന്നവരുടെ ഷർറിൽ നിന്നും. മുഫസ്സിറുകൾ ഏകാഭിപ്രായക്കാരാണ്, രണ്ടഭിപ്രായം ഇല്ലാത്തതാണ്. നഫാസാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാഹിറുകളായ പെണ്ണുങ്ങളാണ്, സിഹിർ ചെയ്യുന്ന പെണ്ണുങ്ങളാണ് വിഷയത്തിൽ മുഫസ്സിറുകൾ ഏകാഭിപ്രായക്കാർ. ഇതിലൂടെയൊക്കെ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് കിട്ടി. അപ്പൊ സിഹിറുണ്ട്, സിഹിറിന് ഹഖീഖത്തുണ്ട്, ഇതിൽ ഖയാലും ഉണ്ട്. തോന്നിപ്പിക്കുന്നതിൽപ്പെട്ടതാണ് മൂസാ നബിയുടെ ചരിത്രം. മൂസാ നബി അലൈഹി സ്വലാമിന്റെ സാഹിറുകൾ മൂസാ നബി കയറിട്ടു അല്ലെ, യുഖയ്യലു ഇലൈഹി മിൻ സിഹ്രിഹിം അന്നഹാ തസ്ആ, അവർ തോന്നിപ്പിച്ചു ആ കയറുകൾ ചലിക്കുന്നില്ല, പക്ഷെ മൂസാ നബിക്ക് പാമ്പിനെ പോലെ ചലിക്കുന്നതായി തോന്നി. അത് തോന്നിപ്പിച്ചതാണ്. ആ സിഹിറിനെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നത് വജാഉ ബിസിഹിരിൻ അലീം, ഭയങ്കരമായ സിഹിർ അവർ കൊണ്ടുവന്നു എന്നാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട് സിഹിറിനെ തന്നെ നിഷേധിക്കുന്നവർ. മുഅ്തസിലകൾ സിഹിറിന്റെ ഹഖീഖത്തിനെ നിഷേധിച്ചത്, ഖയാലുണ്ട് എന്ന് പറഞ്ഞു. എന്നാൽ സിഹിറിനെ തന്നെ നിഷേധിക്കുന്നവർ, അത് അതിന്റെ അഖീദയായി കൊണ്ടുനടക്കുന്നവർ, സിഹിർ ഫലിക്കൂല, സിഹിർ എന്ന പ്രവർത്തനം തന്നെ ഇല്ല എന്ന് പറഞ്ഞ് അതിനൊരു അഖീദയും മനഹജുമായി ഒരു ദഅവത്തിന്റെ മാർഗമായി സ്വീകരിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. തീർത്തും അത് ലലാലത്താണ്, വഴികേടാണ്. സിഹിർ എന്ന അമലുണ്ട്, അത് ഖുർആനിൽ സ്ഥിരപ്പെട്ടതാണ്, ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. വൻപാപങ്ങളിൽ ഒന്നാണ് സിഹിർ. അതിന് ഹഖീഖത്തുണ്ട് എന്നത് ഖുർആൻ കൊണ്ട് തന്നെ സ്ഥിരപ്പെട്ടു, ഖയാലും ഉണ്ട് എന്നും ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ടു. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ലബീദിനുൽ ആസം എന്ന് പറയുന്ന വ്യക്തി സിഹിർ ചെയ്തിട്ടുണ്ട്. ആ സിഹിറിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി പറഞ്ഞത് ഷഫാനില്ല, അള്ളാഹു എനിക്ക് ശിഫ നൽകി. അപ്പോൾ ഹഖീഖത്ത് രോഗം ബാധിപ്പിച്ചത് കൊണ്ടാണ് ശിഫ നൽകിയത്. തോന്നിപ്പിക്കലിനാണെങ്കിൽ ശിഫ നൽകേണ്ട ആവശ്യമില്ലല്ലോ. വേറെ റിപ്പോർട്ടിൽ ആഫാനില്ല, അള്ളാഹു എനിക്ക് ആഫിയത്ത് നൽകി എന്നും ചില റിപ്പോർട്ടിൽ കാണാം. അപ്പോൾ ഹഖീഖത്തുള്ള ഒരു കാര്യത്തിനാണ് ആഫിയത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സിഹിറിലൂടെ ഒരാൾക്ക് ബുദ്ധിമുട്ട് ഏൽപ്പിക്കാൻ പറ്റും, അതേപോലെ തന്നെ ഇല്ലാത്തത് തോന്നിപ്പിക്കാനും പറ്റും എന്ന് ഖുർആനിലൂടെയും ഹദീസിലൂടെയും സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്നാൽ സിഹിറിലൂടെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ പറ്റുകയില്ല. അള്ളാഹുവിന്റെ അനുമതി ഇല്ലാതെ ഒരാൾക്കും സിഹിർ കൊണ്ട് വേറൊരാളെ ഉപദ്രവിപ്പിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഫമൻ റളിയ ബിഹി ഫമൻ ഫഅലഹു ഔ റളിയ ബിഹി കഫർ, ആരെങ്കിലും സിഹിർ ചെയ്യുകയോ സിഹിർ ചെയ്യുന്നതിനെ തൃപ്തിപ്പെടുകയോ ചെയ്താൽ
കഫറ, അവൻ കാഫിറാണ്. രണ്ടഭിപ്രായമില്ല. സിഹർ ചെയ്യാൻ പാടില്ല, സിഹർ ചെയ്യുന്നതിന് തൃപ്തിപ്പെടാനും പാടില്ല, അത് കുഫറാണ്. ഹാദാ വല്ലാഹു അഅലം. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇശാ നിസ്കാരത്തിന് മുമ്പായി നമ്മൾ 7 നാക്കിലുകൾ പൂർത്തിയാക്കി. ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന 7ാമത്തെ നാക്കിൽ സിഹറാണ്. സിഹറുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അറിയേണ്ട ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ധാരാളം ആ വിഷയത്തിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. അത് ചർച്ച ചെയ്യേണ്ട ഒരു സമയം ഇല്ലാത്തത് കൊണ്ട് ആ വക കാര്യങ്ങളിലേക്ക് കടക്കാതെ വിട്ടതാണ്. ആവശ്യത്തിൽ പ്രധാനമായും പറയേണ്ട ഒരു 2 കാര്യങ്ങളും കൂടി ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2 കാര്യങ്ങൾ. ഒന്ന്, ആരെങ്കിലും ജ്യോത്സ്യനെ കാണാൻ പോവുകയും അവനോട് വല്ലതും ചോദിക്കുകയും ചെയ്താൽ അവന്റെ 40 രാത്രിയുടെ 40 ദിവസത്തിലെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല എന്നൊരു ഹദീസുണ്ട്. സഹിയ ഹദീസാണ്. അപ്പോൾ ജ്യോത്സ്യനെ ഈ പ്രശ്നം നോക്കുന്ന ആളെ, ഭാവി പ്രവചിക്കുന്നു എന്ന് വാദിക്കുന്ന ആളെ കാണാൻ പോവുകയും അയാളോട് വല്ലതും ചോദിക്കുകയും ചെയ്യുക എന്നുള്ളത് 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കൂല. മൻ അതാ അറാഫൻ ഫസഅലഹു ഷൈഅൻ, എന്തെങ്കിലും അവന് ചോദിച്ചാൽ ലം തുഖ്ബൽ സലാത്തു 40 ലൈല. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു കാര്യം, ആരെങ്കിലും ജ്യോത്സ്യനെ സമീപിച്ചാൽ മൻ അതാ അറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖഹു ബിമാ ഖാൽ, എന്നിട്ട് ആ ജ്യോത്സ്യൻ പറയുന്നത് സത്യപ്പെടുത്തുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ഇറക്കപ്പെട്ട ഖുർആനിനെ നിഷേധിച്ച ആളാണ്. അപ്പോൾ ജ്യോത്സ്യനോട് ഒരു കാര്യം ചോദിച്ചാൽ 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കൂല. സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം ഉണ്ടാവില്ല. അവന്റെ വാജിബ് വീടും, പക്ഷെ പ്രതിഫലം ഉണ്ടാവില്ല. ഇനി ചോദിച്ചിട്ട് ജ്യോത്സ്യൻ എന്തെങ്കിലും പറഞ്ഞതിനെ സത്യപ്പെടുത്തിയാൽ അവൻ കാഫിറായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദിന്റെ മേൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറക്കപ്പെട്ട ഖുർആനിനെ കളവാക്കിയവനാണ്. ഈ ഹദീസുകളൊക്കെ സിഹിർ ഉണ്ട് എന്നും അതിന് യാഥാർത്ഥ്യമുണ്ട് എന്നും ഒക്കെ അറിയിക്കുന്ന ഹദീസുകളാണ്. ഈ സിഹിറിനെ നിഷേധിക്കുന്നവർ സത്യത്തിൽ സിഹിർ എന്നൊരു അമലിനെ അല്ല നിഷേധിക്കുന്നത്, മറിച്ച് ഒരുപാട് ആയാത്തുകളെയും ഹദീസുകളെയുമാണ് അവർ നിഷേധിക്കുന്നത്. വളരെ ഗൗരവമുള്ള വിഷയമാണത്. സിഹിറിനെ നിഷേധിക്കുന്നവർ സിഹിർ എന്ന അമലിനെ മാത്രമല്ല നിഷേധിക്കുന്നത് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.